ഹലോ ഗൈസ്, ഇവരെ കുറച്ച് നേരത്തേനെ കൂട്ടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കിയതാണ് കേട്ടോ. അവർ രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ചോറൊക്കെ ഉണ്ടു. ഒരു ചോറൊക്കെ ഉണ്ണാറായി, ചോറൊക്കെ കൊടുത്തു. അപ്പോൾ അവരുടെ അമ്മയെ കാണാഞ്ഞിട്ട് ഒരാൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നോക്കി, ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. ബാക്കി 2 പേര് കിടന്നുറങ്ങി കേട്ടോ. ഇവർക്ക് 3 പേർക്കുമാണ് വിളച്ചിൽ. ഇവർക്ക് 3 പേർക്കുമാണ് ഇവിടെ കിടക്കാൻ പറ്റത്തില്ലാത്തത് കണ്ടോ. എന്നെ അലമ്പ് പിടിച്ച പിള്ളേരാന്ന് നോക്കി, അലമ്പ് പിള്ളേർ. ഡേ കയറി വരുന്നു. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നില്ല ഗൈസ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റില്ല. ഇവരെ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊന്നുമില്ല ഇവരെ. എന്നാലും ഇത്രയായപ്പോഴത്തേനും എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത്ര എണ്ണത്തിനൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കണം. ഇപ്പം ഇന്ന് 31 ദിവസമായി കേട്ടോ അവരുണ്ടായിട്ട്. എല്ലാവരും നല്ല കുഞ്ഞു വാവകളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, കരച്ചിൽ കൂടുന്നു ഗൈസ്, കരച്ചിൽ ഭയങ്കരമാണ്. അനുസരിച്ച് പപ്പി അവിടെ കൂട്ടിക്കിടന്ന് കരയുന്നുണ്ട്. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ നിങ്ങൾ എന്തിനാ കിടന്ന് കരയുന്നേ? അവിടെ ഇരുന്നേ, അവിടെ കിടന്നേ. അതുകൊണ്ട് അവർ കിടന്നുറങ്ങുന്ന കണ്ടോ? അവർ കിടന്നുറങ്ങുന്ന. അപ്പോൾ നിങ്ങൾക്കും കിടന്നുറങ്ങിക്കൂടെ? ഉറങ്ങിക്കേ. പാവ വെച്ചേ. നിങ്ങൾ ഓരോ വീട്ടിലോട്ടും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ളത്. അന്നേരം അവിടെ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയാൻ പറ്റുമോ? എപ്പോഴും ഇങ്ങനെ അവർക്കൊന്നും എടുത്തോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവർക്കൊക്കെ പണിയൊക്കെ ഉള്ളതാണ്. അപ്പം അവരൊക്കെ പണിക്ക് പോവും. നിങ്ങളെ നോക്കാൻ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേനും ഒക്കെ നിങ്ങളെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴേ പോയാലേ ശരിയാവത്തുള്ളൂ. അതിന് ഇപ്പോഴേ കിടന്ന് കരഞ്ഞാൽ എന്നാ ചെയ്യും? ഒന്ന് പറഞ്ഞേ. കണ്ടോ, ഉറങ്ങിയ ആളെ പോയി എഴുന്നേൽപ്പിക്കുന്ന കണ്ടോ, കുരുത്തം കെട്ട കുഞ്ഞ്. ഒരാളിവിടെ കാറി എൻ്റെ അടുത്ത് വന്നേ. ഞാനാണ് രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ല ഗൈസ്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഫുഡ് കഴിച്ച്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇനി ക്യൂട്ടാ അല്ലേ നോക്കി. അച്ചോടാ അച്ചു. ചോറുമാമൊക്കെ വളരെ മുറ്റം കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ നല്ലതായിട്ട് ചോറുമാമൻ തരാം കേട്ടോ. ബിസ്ക്കറ്റിനേക്കാളും കൂടുതൽ അവർക്കിപ്പോൾ ഇഷ്ടം ചോറാണ് കേട്ടോ. ചോറ് നന്നായിട്ട് കഴിക്കും. ഞാൻ പിന്നെ വേറെ പെറ്റ് ഷോപ്പിൽ നിന്ന് വേറെ ഫുഡൊന്നും ഞാൻ ഇവർക്ക് വാങ്ങിച്ചില്ല. ഉള്ളതൊക്കെ വെച്ച് കൊടുത്ത് പഠിപ്പിക്കുക. നമ്മളിപ്പോൾ ചെല്ലുന്ന എല്ലാ വീട്ടിലും സാമ്പത്തികം ഉള്ള ആൾക്കാരായിരിക്കത്തില്ല അല്ലേ. ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഫുഡ് അങ്ങനെ മേടിക്കുക. അപ്പം അതനുസരിച്ച് ഇവർക്ക് കൊടുക്കുക. എന്നാലും ഓവറായിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക എല്ലാവരും. അവർ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കത് വയറ്റിൽ ദഹിക്കണമെന്നില്ല. അപ്പം അങ്ങനെ. ഉറങ്ങിക്കോ. അമ്മയുടെ പൊന്നുറങ്ങിക്കോ. കിച്ചൂസ് വന്നിട്ടേ ഇതിനെ കൊടുക്കാവുള്ളൂ. സ്കൂളിൽ പോകുന്ന സമയത്തിനെ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. ഉറങ്ങിക്കോ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഒരുറക്കം കഴിയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടേയിടാം, അമ്മയുടെ അടുത്ത് കൊണ്ടേയിടാം. ഒരുറക്കം കഴിയുമ്പം കൂട്ടിൽ അമ്മയുടെ അടുത്ത് കൊണ്ടേയിടാം. അതല്ലേ നല്ലത്. കണ്ടോ, 3 പേര് കിടന്നുറങ്ങി. നിങ്ങൾക്ക് 2 പേർക്ക് തന്നെ കിടന്നുറങ്ങിയ? ചെല്ല് ഉറങ്ങിക്കോ. ഇച്ചിരി നേരം കിടന്നുറങ്ങിക്കോ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? രാത്രി ഉറക്കത്തിൽ കിടന്ന് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പേടിപ്പിക്കുന്നു. ഉറങ്ങട്ടെ. ഇങ്ങോട്ട് വാ. അപ്പിയിടാനാണെങ്കിൽ പോരെ. പോയി അപ്പിയിട്ടിട്ട് പോരെ. വാവീ
ഒരു കിടന്ന് ഉറങ്ങട്ടെ. ഇനി ഞാൻ കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങട്ടെ. ഞാൻ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഉറങ്ങുന്നില്ലല്ലോ. വാവൂം വാവൂം വാവീ വാവൂം വാവീ വാവൂം വാവീ വാവൂം അമ്മയുടെ പൊന്നേ രാരീരാരോ രാരീരാരോ രാരീരാ അപ്പയിടുന്നു പിന്നെ ഛർദിക്കുന്നേ. ഇതുങ്ങളെ ഒത്തിരി നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കുമ്പോഴൊക്കെ ഇതുങ്ങൾക്ക് ഛർദ്ദിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയൊക്കെ വരും. അപ്പം നിങ്ങൾ അതനുസരിച്ചൊക്കെ നോക്കണം കേട്ടോ. കൊണ്ടുപോകുന്നവർ നന്നായിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ പൊന്നുപോലെ നോക്കുന്നേ. വാവൂം വാവോ വാവീ വാവോ വാവീ വാവോ വാവീ വാവോ വാവീ വാവോ. ഉറങ്ങിക്കോ. അപ്പം ശരി ഗൈസ്, ഇപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പെറ്റ്സിനെ നോക്കുന്നവർ നന്നായിട്ട് തന്നെ നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ മേടിക്കാവുള്ളൂ. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ, ഇവർക്കൊന്നും അവർക്ക് ജീവിക്കാൻ പുറത്തിറങ്ങി നാടൻ പട്ടികളെ പോലെ അവർക്ക് ജീവിക്കാൻ അറിയത്തില്ല. സ്വന്തമായിട്ട് ഫുഡ് തേടാനോ ഒന്നും അറിയത്തില്ല. അപ്പം എൻ്റെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഈ ഒരു പട്ടിക്കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ അറിയത്തില്ല. മറ്റുള്ള നാടൻ പട്ടികൾ വന്നിട്ട് അതിനെ കൊന്നു തിന്നും നല്ല കൊല്ലും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുക. നോക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ കാപ്പി കുടിക്കട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്. കിച്ചൂസ് സ്കൂളിൽ പോയി. അപ്പോൾ എനിക്കിനി കുഞ്ഞു പരിപാടികളൊക്കെ ഉള്ളൂ. ഇനി ഇവരുടെ അപ്പിയിട്ട തുണിയൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. ഞാൻ ചാക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചാക്ക് ഞാൻ രാവിലെ അത് കൂടെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് ഞാൻ കഴുകി ഉണക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ, ടാറ്റാ.